ശരിയച്ച, ആരെയും ഡാർക്ക് സാന്റ. പണ്ട് പോർച്ചുഗീസുകാര് കൊച്ചി ഭരിച്ചിരുന്ന കാലം, അന്നവിടെ പോർച്ചുഗീസ് ആർമിക്കും ജനങ്ങൾക്കും ഇടയിൽ ഒരു കലാപം നടന്നു. പുറപ്പെട്ടുപോയ പോർച്ചുഗീസ് ആർമിയെ കാണാതായപ്പോൾ അത് അന്വേഷിക്കാൻ ഒരു പോർച്ചുഗീസ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഒരു ബറ്റാലിയൻ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. അവർ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച അവരുടെ കണ്ണിനെ മരവിപ്പിക്കുന്നതായിരുന്നു. അന്നത്തെ കാലത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫോഴ്സിലൊന്നായിരുന്നു പോർച്ചുഗീസ്. അങ്ങനെയുള്ള അവരുടെ പട്ടാളത്തെ ഒരു ചെറു മല പോലെ കൂട്ടിയിട്ടിരുന്നു. മറ്റു സാധുജനങ്ങളുടെ ശവശരീരവും ഒരുപാട് പേരുടെ അലർജിയും ഇത് ചെയ്തത് സാധാരണ ജനങ്ങൾ തന്നെയാണോ എന്ന സംശയം അയാൾ ഉടലെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും പരുക്കുപറ്റിയ പട്ടാളക്കാരൻ ഒരാൾ അതിൻ്റെ ഉത്തരവുമായി വന്നു. എന്താ ഇത് ചെയ്തവരെ നീ കണ്ടിരുന്നു? പറ, അവർ എത്ര പേരുണ്ട്? മടിക്കാതെ നീ പറഞ്ഞു. നിന്നെ ആരും ഒന്നും ചെയ്യില്ല. അവർ എത്ര പേരുണ്ടായിരുന്നു? ആരാണവർ? സോൾജിയർ പറഞ്ഞത് അവിടെ നിന്നിരുന്ന എല്ലാ സൈനികരുടെയും കാതിൽ ഒരു മരം ഉണ്ടാക്കി. ആ ഓഫീസർ വീണ്ടും ചോദിച്ചു. സോൾജിയർ വീണ്ടും പറഞ്ഞു, സാർ, ഒരേ ഒരാൾ. പെട്ടെന്ന് തന്നെ ബെഞ്ചമിൻ എന്ന ഓഫീസർ അയാളെ കൂട്ടി അകത്തേക്ക് പോയി. നീ നടന്ന കാര്യങ്ങൾ പറ. പോർച്ചുഗീസ് പട്ടാളം ജനങ്ങളുടെ രക്തത്താൽ മഞ്ഞിനെ ചുവപ്പാക്കുകയായിരുന്നു. അപ്പോ ആകാശത്ത് നിന്ന് വന്ന പോലെ ഒരു അലർച്ച കിട്ടി. സൈന്യം ഒരു നിമിഷം നിശ്ചലമായി. ആ ഒരു നിമിഷം മതിയായിരുന്നു സാറിന്. അയാളെ കണ്ടാൽ എങ്ങനെയുണ്ടാകും? നീ കണ്ടോ? അയാൾ മാസ്ക് ധരിച്ചിരുന്നു. മുഖം വ്യക്തമല്ല. ഇവിടെയും ഉള്ള ആളെയല്ല. നിലാവിന്റെ പ്രകാശത്തിൽ ഒരു നിമിഷം അയാളുടെ രൂപം. കറുത്ത കുപ്പായം നിലാവിന്റെ വെളിച്ചത്തിൽ കാണുന്ന രക്തത്തിന്റെ കുപ്പായം. അവിടെ നിന്നിരുന്ന ആരോ അയാളെ സാന്റയുടെ ദൂതൻ എന്ന് വിളിച്ചു. പോർച്ചുഗീസുകാർ അയാളെ അങ്ങനെയാണല്ലേ ഡാർക്ക് സാന്റ എന്ന് പേര് വന്നത്. അയാളുടെ കയ്യിലുള്ള ആ മോതിരവും